നമസ്കാരം. ഒരേ സമയം രണ്ട് വഞ്ചിയിൽ കാൽവെച്ച് യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ പ്രത്യേകിച്ച് സംവരണ കാര്യങ്ങളിൽ ഇത്തരമൊരു ഇരട്ടത്താപ്പ് സാധ്യമാണോ? ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ ഒരു പ്രത്യേക മതം ഉപേക്ഷിക്കുന്നു, മറ്റൊരു മതസംഹിത സ്വീകരിക്കുന്നു, അതിന്റെ പ്രചാരകനായി മാറുന്നു. എന്നാൽ ആനുകൂല്യങ്ങളുടെ കാര്യം വരുമ്പോൾ മാത്രം താൻ ഉപേക്ഷിച്ചു പോയ പഴയ മതത്തിലെ ജാതി സ്വത്വം ഉയർത്തിക്കാട്ടുന്നു. ഇത് നീതിയുക്തമാണോ? ഈ ചോദ്യത്തിനുള്ള അതീവ നിർണായകമായ ഉത്തരമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. മതപരിവർത്തനം നടത്തുന്ന ഒരാൾക്ക് തന്റെ ജന്മസിദ്ധമായ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഭരണഘടനാപരമായ ആനുകൂല്യങ്ങൾ തുടർന്നും അവകാശപ്പെടാൻ കഴിയില്ലെന്നുള്ള ഈ വിധി ഇന്ത്യയുടെ സവർണ ചരിത്രത്തിലെ ഒരു ഗെയിം ചേഞ്ചറാണ്. വ്യക്തിപരമായ വിശ്വാസവും നിയമപരമായ സ്വത്വവും തമ്മിലുള്ള അതിർവരമ്പുകൾ വ്യക്തമാക്കുന്ന ഈ ചരിത്രപരമായ വിധി നമുക്ക് കടക്കാം. നിയമ പോരാട്ടങ്ങളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മാത്രമേ അതിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടൂ. ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ നടന്ന സംഭവമാണ് ഈ ദേശീയ ചർച്ചയ്ക്ക് ആധാരമായത്. പട്ടികജാതി വിഭാഗത്തിൽ ജനിച്ച ഒരു വ്യക്തി ക്രിസ്തു മതത്തിലേക്ക് മാറുകയും കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഒരു ക്രിസ്ത്യൻ പാസ്റ്ററായി സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഒരു പ്രാർത്ഥനാ യോഗത്തിനിടെ തനിക്ക് നേരെ ആക്രമണം ഉണ്ടായെന്ന് ആരോപിച്ച് അദ്ദേഹം പോലീസിനെ സമീപിച്ചു. പ്രതികൾക്കെതിരെ ചുമത്തിയത് അതിശക്തമായ SC/ST ആക്ട് ആണ്. എന്നാൽ ഇവിടെയാണ് നിയമത്തിന്റെ ട്വിസ്റ്റ്. പാസ്റ്ററുടെ വാദങ്ങൾ ഇതൊക്കെയാണ്: ജാതി ജനനം കൊണ്ട് ലഭിക്കുന്നതാണ്, മതം മാറിയാലും പഴയ ജാതി പദവി നിലനിൽക്കും, അതിനാൽ ആക്ട് ബാധകമാണ്. താൻ പട്ടികജാതിക്കാരനായി ജനിച്ചതുകൊണ്ട് നിയമ സംരക്ഷണം തന്റെ അവകാശമാണ്. എന്നാൽ എതിർകക്ഷികൾ ഇദ്ദേഹം 10 വർഷമായി പാസ്റ്ററായി ജീവിക്കുകയാണെന്നും മതം മാറിയതോടെ പട്ടികജാതി പദവി നിയമപരമായി ഇല്ലാതാകുന്നുവെന്നും വാദിച്ചു. മതം ആചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഈ പ്രത്യേക നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുകയില്ലെന്നും അവർ വാദിക്കുന്നു. ഹൈക്കോടതി ഈ കേസ് പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. പരാതിക്കാരൻ പാസ്റ്ററായി പ്രവർത്തിക്കുന്നു എന്നത് അദ്ദേഹം ആ മതം പ്രൊഫസ് ചെയ്യുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. എന്നാൽ ഈ കേസ് തന്നെ നിയമത്തിന്റെ ദുരുപയോഗമാണെന്ന് കോടതി നിരീക്ഷിച്ചു. എന്തുകൊണ്ടെന്നോ, ഈ ആക്രമണം നടന്നു എന്നതിന് സ്വതന്ത്രമായ സാക്ഷിമൊഴികൾ ഇല്ല. മാത്രമല്ല, സമർപ്പിക്കപ്പെട്ട മെഡിക്കൽ തെളിവുകൾ അതീവ ദുർബലമാണ്. ഈ പശ്ചാത്തലത്തിലാണ് കേസ് ഹൈക്കോടതി ക്വാഷ് ചെയ്തതും സുപ്രീം കോടതി അത് ശരിവെച്ചതും. ഭരണപരമായ സ്വത്വം എന്നത് നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും മുകളിലാണ്. ജാതി എന്നത് ജനനം കൊണ്ട് മാറാത്ത ഒന്നാണെന്ന വൈകാരികമായ വാദത്തെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. നമ്മുടെ പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരം പട്ടികജാതി പദവി നിലനിൽക്കണമെങ്കിൽ ഒരാൾ താഴെ പറയുന്ന 3 മതങ്ങളിൽ ഒന്നിൽ വിശ്വസിക്കുന്നതായിരിക്കണം: ഹിന്ദുമതം, സിഖ് മതം, ബുദ്ധമതം. ഈ മതവിഭാഗങ്ങൾക്ക് പുറമെ ക്രിസ്ത്യൻ, ഇസ്ലാം മതങ്ങളിലേക്ക് ഒരാൾ മാറിയാൽ നിയമത്തിന്റെ കണ്ണിൽ അയാൾ പട്ടികജാതി പദവി നഷ്ടപ്പെടും. വ്യക്തിപരമായ വിശ്വാസം മാറാം, പക്ഷേ ആ വിശ്വാസമാറ്റം ഭരണഘടനാപരമായ സംവരണ പദവിയെയും റദ്ദാക്കും എന്ന കർശനമായ സന്ദേശമാണ് കോടതി നൽകുന്നത്. ഈ കേസിൽ പരാതിക്കാരൻ ഉയർത്തുന്ന മറ്റൊരു വാദം സംസ്ഥാന സർക്കാരുകൾ മതം മാറിയവർക്കും ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ടല്ലോ എന്നതായിരുന്നു. ഇവിടെയാണ് കോടതി സംസ്ഥാന സർക്കാരുകളുടെ ചിറകരിഞ്ഞത്. സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ കേവലം ഭരണപരമായ ഉത്തരവുകൾ അഥവാ നോൺ സ്റ്റാറ്റ്യൂട്ടറി ആണ്. എന്നാൽ SC/ST നിയമം എന്നത് പാർലമെന്റ് പാസാക്കിയ ഭരണപരമായ സ്റ്റാറ്റ്യൂട്ടറി നിയമമാണ്. ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഉപയോഗിച്ച് ഭരണഘടനാപരമായ നിർവചനങ്ങളെ അട്ടിമറിക്കാൻ കഴിയില്ല. ഒരേ സമയം 2 വഞ്ചിയിൽ കാൽവെക്കുന്ന ഈ രീതി സംവരണത്തിന്റെ അന്തസത്തയെ തകർക്കുമെന്ന് കോടതി അടിവരയിട്ടു. മതം മാറിപ്പോയ ഒരാൾക്ക് തന്റെ പഴയ പദവിയിലേക്ക് മടങ്ങി വരാൻ കഴിയില്ലേ? വാതിലുകൾ അടഞ്ഞിട്ടില്ല, പക്ഷെ പാത ദുർഘടമാണ്. വെറുമൊരു സത്യവാങ്മൂലം കൊണ്ട് മാത്രം ഒരാൾക്ക് പട്ടികജാതിക്കാരനാകാൻ കഴിയില്ല. അതിന് സുപ്രീം കോടതി 3 കഠിനമായ നിബന്ധനകളാണ് വെച്ചിരിക്കുന്നത്. മതം മാറുന്നതിന് മുമ്പ് താൻ പട്ടികജാതി വിഭാഗത്തിലായിരുന്നു എന്നതിന് കൃത്യമായ രേഖകൾ വേണം. സ്വീകരിച്ച മതം ഉപേക്ഷിച്ചു എന്നും അതിന്റെ ആചാരങ്ങൾ പാലിക്കുന്നില്ല എന്നും തെളിയിക്കണം. സമൂഹത്തിന്റെ അംഗീകാരമാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഹിന്ദുവായി മടങ്ങി വന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ചാൽ പോരാ, ആ വ്യക്തിയെ അദ്ദേഹത്തിന്റെ പഴയ ജാതി സമൂഹം പൂർണ്ണ മനസ്സോടെ തിരികെ സ്വീകരിക്കണം. ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന സൗകര്യപരമായ മതപരിവർത്തനങ്ങളെ തടയാനുള്ള ശക്തമായ കവചമാണ് ഇത്. ഭാവിയിലെ പ്രധാന മാറ്റങ്ങൾ ഇതൊക്കെയായിരിക്കാം: കേസുകളുടെ പ്രളയം നിലയ്ക്കും. പട്ടികജാതി പദവി ദുരുപയോഗം ചെയ്ത് ഫയൽ ചെയ്തിട്ടുള്ള സമാനമായ നിരവധി വ്യാജ കേസുകൾ ഇതോടെ കോടതികളിൽ നിന്ന് പുറത്താവും. അർഹരായവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മതം മാറിപ്പോയവർ തട്ടിയെടുക്കുന്നത് ഇതോടെ അവസാനിക്കും. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന നിയമവിരുദ്ധമായ ആനുകൂല്യ വിതരണങ്ങൾക്ക് ഇത് തടയിടും. ചുരുക്കത്തിൽ നിയമം ആവശ്യപ്പെടുന്നത് കൃത്യതയും സത്യസന്ധതയുമാണ്. ഒരു മതസംഹിതയെ തള്ളിപ്പറഞ്ഞു പോയവർക്ക് ആ സംഹിതയിലെ ആനുകൂല്യങ്ങളിൽ കണ്ണുവെക്കാൻ അവകാശമില്ല. സംവരണ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന ഈ വിധി നീതിയുടെ വിജയമാണ്. ജയ് ഹിന്ദ്.